ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്രയാണെന്നറിയോ? 210 രൂപ. 208, 210. 208 ഇപ്പൊ ഇന്നത്തെ വില. 208 രൂപയാണ്. അപ്പൊ ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട്? ഓൾറെഡി ഇവരിപ്പോ പറഞ്ഞിരിക്കുന്ന വിലയേക്കാൾ 28 രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. 170 രൂപ, 10 രൂപ കൂട്ടി 180 രൂപ ആക്കി. എന്തിനാ ഇവരുടെ പൈസ എന്തിനാ? മാർക്കറ്റിൽ പോയാൽ 208 രൂപ കിട്ടും. അപ്പൊ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത്. ഭൂനികുതിയൊന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ 50% വർധനവാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇപ്പൊ പറയുന്ന കണക്ക് എന്താണെന്നറിയാം? 2020 മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമലായപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പൊ കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത്. ആ ഗ്രോത്തിന്റെ ടാക്സ് ഗ്രോത്ത്, അതായത് നികുതി വരുമാനത്തിന്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല. 30%-ലധികം GSTയിലെ നികുതി വരുമാനം വർധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ്. കാരണം കൺസ്യൂമർ പോയിന്റാണ് എല്ലാണ് ടാക്സ് ഉള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ ഇവരുടെ നികുതി ഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇനഫിഷ്യന്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഘടന മാറ്റിയവർ. GSTക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി. ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല. വളരെ ഇനഫിഷ്യന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ്. ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? നികുതി പിരിച്ച്, പരമാവധി നികുതി പിരിച്ച്, നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ, വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക. ഇപ്പോ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു പേജ് മുഴുവൻ പറയുകയാണ്. ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് 4500 കോടിയാണ്. സെൻട്രൽ ഷെയർ ഉണ്ട്, അത് കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവർ 4500 കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക, ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 65,000 കോടി. അപ്പോൾ 1 ലക്ഷം കോടി രൂപയിലധികം, ഏകദേശം 1.25 ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട്. അപ്പൊ അതിന് പോലും ഇല്ല. എന്നിട്ട് ഈ 50% പ്ലാൻ കട്ട് ചെയ്തിട്ട് 2000 കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? കേട്ടാൽ ചിരിച്ചു പോകും നമ്മൾ. ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ്, ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ ഭരണം കേരളത്തെ 10-20 വർഷം പിന്നോട്ട് വലിക്കുകയാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചൊക്കെ പറയുന്ന കേട്ട് എന്താ സംഭവം? വൈസ് ചാൻസലർമാർ പോലുമില്ല യൂണിവേഴ്സിറ്റികളിൽ. പണ്ട് 90% മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല. അത് ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും. വലിയ ബ്രെയിൻ ഡ്രെയിനാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെന്റിന്റെ മുമ്പിലില്ല. കുട്ടികൾ പോവാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയുകയാണ് കേരളത്തിൽ. ബർത്ത് റേറ്റ് കുറയുകയാണ്. കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയുകയാണ്. ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത്, ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ്. നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല. യഥാർത്ഥം ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഭരണഘടനാപരമായ ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത
ഒരു അക്കൗണ്ട്സ് ആണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചത്. ഇതിലുണ്ടോ? അല്ല, ഭൂനികുതി വർധന ഞങ്ങൾ UDF ആലോചിക്കും. എന്തായാലും ശക്തിയായി ഞങ്ങൾ അതിൻ്റെ അകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. 50% ഭൂനികുതിയൊക്കെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഏതാണ്? തീർച്ചയായിട്ടും അതിനകത്ത് മാത്രമല്ല, അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. അതായത് ഡിമാൻഡ്സ് പാസ്സാക്കിയതാണ് നിയമസഭ, അതിന്റെ അപ്രോപ്രിയേഷൻ പാസ്സാക്കിയതാണ്. ആ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ അംഗീകരിച്ചതാണ്. ആ ബില്ലിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ റിഡക്ഷൻ നടത്താൻ പാടില്ല. അത് ആ ആർട്ടിക്കിൾ 204-ന്റെയും 205-ന്റെയും വയലേഷനാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഈ പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു 300 സ്റ്റേറ്റ് മന്ത്രി മാറ്റി അതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച റൂൾ 300 സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തു. എത്ര ക്രൂരമായിട്ടാണ് ഈ കുട്ടികളുടെ പഠനാവശ്യങ്ങളും ന്യൂനപക്ഷ സ്കോളർഷിപ്പും പട്ടികജാതിക്കാരുടെ കാര്യങ്ങളുമൊക്കെ എത്ര മോശമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വലിയ തുകയാണ് ഇതെല്ലാം മാറ്റിയിരിക്കുന്നത്. വലിയ തുക, വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന തരത്തിലാണ് ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷ, എന്നിട്ട് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച ഓർഡറാണ് ഇരിക്കുന്നത്. മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് ഫീ, വിദേശ സ്കോളർഷിപ്പ്, ITT IIM പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, CA പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ്, UGC നെറ്റിനുള്ള സ്കോളർഷിപ്പ്, എല്ലാം APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഇനി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഈ ഗ്രാൻസ് കൊടുക്കാൻ പറ്റുന്ന 2 കൊല്ലമായിട്ട് ഞാൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഈ ഗ്രാൻസ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ആദ്യത്തെ 25 പ്രയോറിറ്റിയിലില്ല. എത്ര അരിയേഴ്സാണ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ഈ ഇതില് ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പൊ തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തൊട്ടുള്ള അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം. അത് ലൈഫ് വന്നതോടുകൂടി തന്നെ അതിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവിടെയാണ് 300 കോടി വെച്ചിരുന്ന സ്ഥലത്ത് 120 കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുക. 60% വെട്ടിക്കുറവ്. ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങിക്കാൻ സഹായം, ഇതൊക്കെ പണ്ടുപോലെയുള്ളതാണ്. 170 കോടിയായിരുന്നു ബജറ്റ് വിഹിതം. ഇത് 70.25 കോടിയായിട്ട്